അല്ല, ഇത് കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസിക അല്ലേ? ഇവളെന്താ ഇങ്ങനെ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു സബ്സ്ക്രിപ്ഷൻ താരത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ പ്രശസ്ത നടനും രാഷ്ട്രീയ പാർട്ടിക്കാരനുമായ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകൾ ഹൻസിക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി രംഗത്തോടുന്നുണ്ടായിരുന്നു. കാരണം ഹൻസികയും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്തുള്ള കുറച്ച് വീഡിയോസിൻ്റെ ക്ലിപ്പുകളുമായിട്ടാണ് ഇന്നലെ രാവിലെ സോഷ്യൽ മീഡിയ ഓണായത് തന്നെ. അപ്പോൾ ഹൻസികയ്ക്ക് ഇതിൻ്റെ എന്തിൻ്റെ കേടാണ് എന്നാണ് അതിന് താഴെ കാണുന്ന മുഴുവൻ കമൻറ്റുകളും ചോദിക്കുന്നത്. സാധാരണക്കാരികളും വീട്ടമ്മമാരും ഒക്കെ ഇതൊരു മെയിൻ ബിസിനസ് ആക്കിയപ്പോൾ ഇത്രയും നിലയും വിലയും കൂടാതെ സാമ്പത്തികമായി തന്നെ നല്ല രീതിയിൽ കഴിയുന്ന ചേട്ടത്തിമാർക്കൊക്കെ യൂട്യൂബ് ചാനലും അച്ഛനും അമ്മയ്ക്കും യൂട്യൂബ് ചാനലുള്ള ഹൻസികയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഹൻസികയുടെ ഈ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ മിക്കവാറും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരിക്കുകയാണ്. കാരണം ചേച്ചിമാർ അല്ലാതെ തന്നെ ഇതേമാതിരി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പിന് ചേച്ചിയുടെ വീഡിയോ ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നതാണ്. പക്ഷേ ഹൻസികയിൽ നിന്നും ഇതാരും പ്രതീക്ഷിച്ചില്ല. സബ്സ്ക്രിപ്ഷനിലൂടെ പൈസ ഉണ്ടാക്കുക. സാധാരണക്കാരന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സബ്സ്ക്രിപ്ഷൻ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്തവർക്കായി, അതായത് പെയ്ഡിൽ കൂടി പൈസ പേ ചെയ്ത ശേഷം അവരുടെ പ്രൈവറ്റ് വീഡിയോ രാത്രിയിൽ കാണിക്കുന്നു. അതുതന്നെയാണ് ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് വീഡിയോ. അതിൽ ഫുള്ള് നൂഡായിട്ടും ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല. കുറച്ച് കൊഞ്ചലും കുഴയലും ഒക്കെ ആയിട്ട് കാണിക്കുക, കുറേ ഞരമ്പന്മാരായ ആൾക്കാരെ പറ്റിക്കുക. അല്ലാതെ വേറെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസൻ്റായ പരിപാടിയാണെന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചാണ്. ശരിയാണ്, ഇൻസ്റ്റാഗ്രാം ശരിക്കും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഇരുന്നത് വല്ല ടീച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സുകളോ ഒക്കെ നാട്ടുകാരെ പഠിപ്പിക്കുക. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഞരമ്പന്മാർക്ക് ക്ലാസ് എടുക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു സ്റ്റഡി റൂമായിട്ട് മാറിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം മുഴുവൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ പോസ്റ്റിൽ കണ്ട വാക്കുകൾ ഇവിടെ വിവരിക്കാം. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ശരീരപ്രദർശനം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അതിപ്പോൾ സാധാരണക്കാരൻ്റെ മകളായാലും ശരി, എത്ര കൊമ്പത്തിരിക്കുന്നവൻ്റെ മകളായാലും തന്നെ സ്വഭാവം മാറുന്നില്ല. എക്സ്ക്ലൂസീവ് എന്നാൽ ശരീരപ്രദർശനം തന്നെയാണ്. അല്ലാതെ പാട്ട് പാടാൻ അറിയാവുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് രാത്രിയാകുമ്പോൾ പ്രത്യേകം പാട്ട് പാടിക്കൊടുക്കാനോ, ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ എക്സ്ട്രാ ഒന്നും വ്ളോഗ് പോസ്റ്റ് ചെയ്യാനോ ഉള്ള ഇടമല്ല രാത്രി സബ്സ്ക്രിപ്ഷൻ. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് അതിനുവേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇറക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ടിക്ടോക്ക് ബാൻ ചെയ്ത ശേഷം ഒന്നിച്ച് കുറേയധികം പേർ ഇൻസ്റ്റാഗ്രാമിൽ കയറി വരികയും ഫേസ്ബുക്ക് പോലെ നിത്യ ഉപയോഗ സോഷ്യൽ മീഡിയയായും ഇൻസ്റ്റാഗ്രാമിനെ മാറ്റുകയും ചെയ്തു. അതിലാണ് ഈ വിപ്ലവകരമായ മാറ്റമെന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എന്ന അപ്ഡേറ്റ് വരികയും ചെയ്തത്. കുറേ അധികം പേർ ഇൻസ്റ്റാഗ്രാമിൽ കയറി വരികയും ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിപ്പം മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഫുൾ ന്യൂഡായി എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ടായി. ഇതെല്ലാം കണ്ട് കേരളത്തിലെ പെൺകുട്ടികൾ തുണി അഴിച്ചല്ല, സ്ത്രീകൾ സ്വയം പര്യാപ്തരാകുകയാണ് വേണ്ടിയത്. അല്ലാതെ തുണി അഴിച്ച് സബ്സ്ക്രിപ്ഷനിലൂടെ പൈസ ഉണ്ടാക്കി കാശുകാരിയാകുന്ന ഇന്നത്തെ പെൺകുട്ടികളുടെ മോഹം കേരളത്തിൻ്റെ മനോനിലയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. കാശില്ലാത്തവൻ തുണി അയച്ചാലും കാശുള്ളവൻ തുണി അയച്ചാലും ഒക്കെ ഒരേ പേര് തന്നെയാണ് ഇതിനെല്ലാം പറയുന്നത്. സദാചാരം അറിയാതെ തോന്നിവാസം കാണിക്കുന്ന കുറേ ആൾക്കാരെ, അല്ലാതെ കാശുള്ളതുകൊണ്ട് അവർ ഡീസൻറ്റും കാശില്ലാത്തതുകൊണ്ട് ഇവർ വേശ്യകളൊന്നും ആകുന്നില്ല. എല്ലാവരെയും ജനം ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് ഇനിയും കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.